സുനിഷ അയ്യല്ലൂർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സുനിഷ, പറഞ്ഞ പോലെ തന്നെ വലിയ പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. ഓരോ ജീവനും വിലപ്പെട്ടതാണ്. അതിൽ തന്നെ ഇന്ത്യക്കാരായിട്ടുള്ള മനുഷ്യർ, അത് 300ഓളം ആളുകളുണ്ട്. അതിൽ 33, 57 അങ്ങനെ പലതരത്തിലുള്ള കണക്കുകളൊക്കെ കേൾക്കുന്നുണ്ട് ഈ മലയാളികളെ സംബന്ധിച്ച്. അവിടെ ആശയവിനിമയ സംവിധാനം, വൈദ്യുതി, റോഡ്, ഗതാഗതമൊക്കെ ആകെ തകർന്ന അവസ്ഥയിലാണ്. അപ്പോൾ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ പ്രതിസന്ധിയാണ്. ഇനി ഈ പറയുന്ന മനുഷ്യന്മാരുമായി ബന്ധപ്പെടാൻ സാധിക്കണം, അവരെ തിരിച്ച് നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം. ഇതൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് സുനിഷ? ഷിഹാസ് റോഷ്നി, നിലവിലിപ്പോൾ സർക്കാരിന്റെ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഏകോപനം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം തന്നെ സർക്കാരും നോർക്കയും എല്ലാം തന്നെ ഹെൽപ്പ് ലൈൻ നമ്പറുകൾ നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നേപ്പാളിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളികളുടെ കുടുംബാംഗങ്ങൾ, അത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പലതരത്തിൽ വിളിച്ച് കാര്യങ്ങൾ, ഏത് സമയത്താണ് പോയത്, എവിടെയാണ് തുടങ്ങിയ എല്ലാ വിവരങ്ങളും നൽകിയിരുന്നു. അത് ക്രോഡീകരിച്ചുകൊണ്ട് നോർക്ക സർക്കാർ സംവിധാനം വഴി വിദേശകാര്യ മന്ത്രാലയത്തിനൊരു കാര്യങ്ങൾ ഇതെല്ലാം ക്രോഡീകരിച്ച വിവരങ്ങൾ നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ 17 സെറ്റ് വിവരങ്ങൾ ഇവർക്ക് തിരിച്ചു ലഭിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 54 മലയാളികൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് നിലവിൽ എന്നുള്ളത് മനസ്സിലാക്കുന്നത്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, സുരക്ഷിതരാണ് എന്നുള്ളതാണ് നോർക്കയും സർക്കാരും അറിയിക്കുന്നത്. പക്ഷേ അവരുമായി ആശയവിനിമയം നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ചെറിയ തോതിലെങ്കിലും ആശങ്കയുണ്ടാക്കുന്നത്. സ്വാഭാവികമായും ഇപ്പോൾ ഷിഹാസ് സൂചിപ്പിച്ചതുപോലെ നെറ്റ്വർക്കിന്റെ എല്ലാം വലിയ പ്രശ്നം അവിടെയുണ്ട്. കോൾ കണക്ട് ആവാത്ത വലിയ ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും നേരിടുന്നുണ്ട്. അതിന്റെ ഭാഗമായിരിക്കാം ഇങ്ങനെ അവരെ നേരിട്ട് വിളിക്കാൻ കഴിയാത്തത് എന്നുള്ളതാണ്. പക്ഷേ വിദേശകാര്യ മന്ത്രാലയവുമായി വിളിച്ച് ആശയവിനിമയം നടത്തുമ്പോൾ സുരക്ഷിതരായി ഓരോ ഭാഗങ്ങളിലും സുരക്ഷിതരായ ആളുകളുണ്ട് എന്നുള്ളത് അറിയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്ത്യക്കാരെ എല്ലാം തന്നെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമം, അത് വേഗത്തിൽ തന്നെ നടപടികൾ പൂർത്തിയാക്കുന്നുണ്ട് എന്നുള്ളതാണ് വിദേശകാര്യ മന്ത്രാലയം കേരളത്തെ അറിയിച്ചിരിക്കുന്നത്. ഇവരെല്ലാം തന്നെ, ഈ കേരളത്തിൽ നിന്ന് പോയവരെല്ലാം തന്നെ തീർത്ഥാടന യാത്രയ്ക്കും ഒപ്പം ടൂറിനും ട്രക്കിങ്ങിനും ഒക്കെ ആയി പോയവരാണ്. ഇവരാണ് അവിടെ ഇപ്പോൾ പല ഭാഗങ്ങളിലായി കുടുങ്ങിക്കിടക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും സുരക്ഷിതരാണ് എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് കേരളം സർക്കാർ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ആശയവിനിമയം നടത്താൻ കഴിഞ്ഞിട്ടില്ല. വിദേശകാര്യ മന്ത്രാലയവുമായി നിരന്തരം ചീഫ് സെക്രട്ടറിയുടെ ഓഫീസും ഒപ്പം തന്നെ സർക്കാർ സംവിധാനങ്ങളും എല്ലാം തന്നെ ബന്ധപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതുമായി ലഭിക്കുന്ന വിവരങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് കൃത്യമായ വിവരങ്ങൾ അത് നൽകുമെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നോർക്കയുടെ CEO വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു. അതേ രീതിയിൽ തന്നെ ഇന്നും ഒരുപക്ഷെ മാധ്യമങ്ങളെ കണ്ട കാര്യങ്ങൾ വിശദീകരിക്കാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. എല്ലാ ഹെൽപ്പ് ലൈൻ നമ്പറുകളിലേക്കും ഈ ഹെൽപ്പ് ഡെസ്കുകളിലേക്കും എല്ലാം നിരന്തരം കോളുകൾ വരുന്നുണ്ട്. ആ കുടുംബങ്ങളോടെല്ലാം തന്നെ കൃത്യമായി ക്രോഡീകരിച്ച വിവരങ്ങൾ നോർക്കയുടെ സംവിധാനം വഴി അറിയിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നിലവിൽ മനസ്സിലാക്കുന്നത് വെച്ച് 54 പേർ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. പക്ഷേ അവരുമായി ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. എങ്കിലും അവർ സുരക്ഷിതരാണ്. നിലവിൽ ബന്ധുക്കൾ ആരും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നുള്ളത് സർക്കാർ പറയുന്നുണ്ട്. നിരന്തരമായി ഇവരുടെ വിവരങ്ങൾ ലഭിക്കാനും ഇവർ എവിടെയെന്നുള്ള കൃത്യമായി ബന്ധപ്പെടാനുള്ളൊരു മാർഗം ഉണ്ടാക്കാനുമായി വിദേശകാര്യ മന്ത്രാലയവുമായി സർക്കാർ സംവിധാനം നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. അത്തരത്തിലുള്ള ഏകോപനം എല്ലാം തന്നെ സർക്കാർ തലത്തിൽ നടക്കുന്നുണ്ട്. ഷിഹാസ് റോഷ്നി. സുനിഷയാണ് വിവരങ്ങൾ നൽകിയത്.